കിണറ്റിൽ വീണ ആനയെ കര കയറ്റിയിരിക്കുന്നു. ജിജിൻ ജയപാലുണ്ട്. ജിജിൻ, ഭയങ്കര സന്തോഷം നൽകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ആ കൊമ്പൻ സർവ്വശക്തിയും എടുത്ത് കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതിനെ കാട്ടിലേക്ക് ഉള്ള വഴി കൂടിയായെന്ന് നിർണയിച്ചു കൊടുത്തിരിക്കുകയാണ്. പടക്കം പൊട്ടിക്കുന്ന വരെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പറയൂ വിവരങ്ങൾ. അക്ഷയ, വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് 20 മണിക്കൂറിലേറെ നീണ്ട ദുരന്തത്തിൽ നിന്ന് ഒരു കാട്ടാന ഇതാ അതിൻ്റെ കാട്ടിലേക്ക് മടങ്ങുകയാണ്. മനുഷ്യൻ ഒരുക്കിക്കൊടുത്ത വഴിയിൽ അവൻ്റെ ശക്തി ഉപയോഗിച്ച്, സർവ്വശക്തിയും ഉപയോഗിച്ച് ആന ആ കുഴിയിൽ നിന്ന് സ്വയം കയറി വരുന്നു എന്ന് തന്നെ പറയാം. അതിന് മനുഷ്യൻ ഒരു വഴി ഒരുക്കിക്കൊടുത്തു. രാവിലെ നമ്മൾ കണ്ടത് കാടിറങ്ങി വന്ന ആനയെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നുവെങ്കിൽ ഈ രാത്രി നമ്മൾ കാണുന്നത് ഒരു കാട്ടാനയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന്, ഒരു സംവിധാനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിന്ന് അതിനെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് നമ്മൾ രാത്രി കണ്ടത്. ഈ 20 മണിക്കൂറുകളെ നീണ്ടപ്പോൾ സ്വാഭാവികമായും ആശങ്കയുണ്ടായിരുന്നു. ആന അവശനായിരിക്കുമോ, ആനയ്ക്ക് ആഹാരം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആന എന്തെങ്കിലും തരത്തിൽ വീണു പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ JCBയുടെ കരങ്ങൾ ആ ആനയുടെ അടുത്തേക്ക് എത്തിയ ഓരോ സമയത്തും ആന തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ആ കുട്ടിക്കൊമ്പൻ നിലയുറപ്പിച്ചത്. അതിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഓരോ തവണയും ശ്രമം നടത്തി. അപ്പോഴെല്ലാം തന്നെ പരാജയപ്പെട്ട് തിരികെ ആ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് തിരിച്ചു പോയി. അപ്പോഴും ആനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയിരുന്ന ഒരു ആശങ്ക ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം, ഏകദേശം 1.5-2 മണിക്കൂറോളം നീണ്ട ഉദ്യോഗങ്ങൾക്കിടയിൽ ഏറ്റവും അവസാന നിമിഷത്തേക്ക് ആനയ്ക്ക് വേണ്ടി ആന സ്വയം കയറി വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ദൗത്യസംഘവും നിലപാടെടുത്തു. അതിനുശേഷം ആന സ്വയം അതിൻ്റെ 2 കാലുകൾ മുന്നോട്ടേക്ക് വെച്ച, തുമ്പിക്കൈയുടെ ബലം പ്രയോഗിച്ച പിൻകാലുകൾ എടുത്ത് ഓരോ ചുവടും സസൂക്ഷ്മം വെച്ച ആ വഴിയിലേക്ക്, മനുഷ്യൻ ഒരുക്കിക്കൊടുത്ത വഴിയിലേക്ക് നടന്നു നീങ്ങി. അവിടെ നിന്ന് വഴി തെറ്റിപ്പോകാതിരിക്കാൻ, തിരികെ കാട്ടിലേക്ക് തന്നെ പോകാതിന് വേണ്ടി പടക്കം പൊട്ടിച്ച് വീണ്ടും മനുഷ്യൻ വഴിയൊരുക്കി. ഏറ്റവും സന്തോഷകരമായ കാര്യം, ആനയ്ക്ക് കാര്യമായ അവശതകളോ മുറിവുകളോ ഒന്നും ശരീരത്തിൽ പ്രഥമ ദൃഷ്ടിയെ കാണാനില്ല. ആന വീണു പോകാതിരിക്കാൻ, ഈ കിണറ്റിനുള്ളിൽ തളർന്ന് വീണു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വലിയ നീളമുള്ള വടി ഉപയോഗിച്ച് ആനയെ തട്ടി ഉണർത്താനൊക്കെ പലപ്പോഴും ശ്രമിച്ചത്. ഏറ്റവും അവസാനം ആന വീണു പോകുമോ എന്ന ഘട്ടം വന്നപ്പോൾ അതിന് പട്ടയും ഒക്കെ തെങ്ങിൻ്റെ ഓലയും ഒക്കെ ഇട്ടുകൊടുത്ത് ആനയെ ഉയർത്താനുള്ള ശ്രമം നടത്തി. അത് ആഹാരം എടുക്കുമോ എന്ന് പരിശോധിക്കാൻ നടത്തി. അപ്പോഴും ആന കയറി വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ പിൻകാലുകൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്നുള്ള ആശങ്കയായിരുന്നു. പിൻകാലുകൾ വെള്ളത്തിൽ പുതഞ്ഞു പോയോ എന്ന ആശങ്ക ബാക്കിയുണ്ടായിരുന്നു. അതിന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കൃത്യമായി അതിൻ്റെ വശത്തിലേക്ക് മണ്ണ് നീക്കിയിട്ട് കൊടുത്തു. എടുത്തു പറയേണ്ടത് ആ JCB ഓപ്പറേറ്ററുടെ കഴിവ് തന്നെയാണ്. ആ മനുഷ്യൻ ആ ആനയ്ക്ക് വേണ്ടി, ആനയുടെ ഓരോ ചലനങ്ങൾക്കും അനുസരിച്ചാണ് തൻ്റെ JCB പ്രവർത്തിപ്പിച്ചത്. ആ JCB കൃത്യമായ രീതിയിൽ പ്രവർത്തിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സുഗമമായൊരു വഴിയുണ്ടായത്. ഇതൊരു കിണറാണെന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ഈ കിണറിൽ നിന്ന് ഒരു വഴി ഒരുക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ ദൗത്യമല്ല, അത്രയും സങ്കീർണമായ ദൗത്യമാണ് കിണറിൽ നിന്ന് ഈ ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നാളെ മുതൽ ആ മേഖലയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ആന നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അടക്കം നടത്താമെന്ന ഉറപ്പിന്മേലാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ തയ്യാറായത്. ഇത്രയും നേരം വൈകി ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അത് ആ ആനയുടെ, ആ വന്യജീവിയുടെ ജീവിതത്തെ പോലും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയെല്ലാം മറികടന്നുകൊണ്ട്, ആ ആശങ്കയെല്ലാം പമ്പ കടത്തിക്കൊണ്ട് സഖ്യപുത്രൻ ആ കുഴിയിൽ നിന്ന്, ആ കിണറിൻ്റെ ആഴങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കയറുകയാണ്. കാടിൻ്റെ മടിത്തട്ടിലേക്ക് തിരികെ നടന്നു പോവുകയാണ്. അവിടെ മനുഷ്യൻ വഴികാട്ടി കൊടുക്കുന്നു. തർക്കിച്ചു നിന്ന മനുഷ്യൻ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുത്ത് ഒരു ആനയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുത്തു. ആ ആന ഇപ്പോൾ കാട്ടിലേക്ക് മടങ്ങുകയാണ്.